കർത്താവിന് സ്തോത്രം. കൊരിന്ത്യ ലേഖന പഠനത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗങ്ങൾ കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്ത എല്ലാവരെയും ക്രിസ്തു യേശുവിൽ വന്ദനം ചെയ്യുന്നു. തുടർന്നും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് 1 അധ്യായം 1 കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 1 അധ്യായം അതിൻ്റെ 10 മുതൽ 10 വാക്യം മുതൽ 4 അധ്യായം 21 വാക്യം വരെ പരാമർശിക്കുന്ന കൊരിന്ത്യ സഭയിലെ വിഷയങ്ങളാണ് അടുത്ത ഡിവിഷൻ, കൊരിന്ത്യ ലേഖനത്തിൻ്റെ അടുത്ത വിഭജനം എന്ന് പറയുന്നത്. അതിൽ 1 അധ്യായം 10 മുതൽ 3 അധ്യായം 23 വരെയുള്ള വാക്യങ്ങൾ സഭയിൽ ഐക്യത ഉണ്ടാകണം എന്ന വിഷയത്തിലുള്ള പ്രബോധനവും, ആ ഭാഗത്തെ വീണ്ടും വിഭജിക്കുമ്പോൾ 1 അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരിക്കുന്ന നിലനിൽക്കുന്ന വിഭാഗീയത, ഐക്യമില്ലായ്മയാണ് 1 മുതൽ 17 വരെയുള്ള 10 മുതൽ 17 വരെയുള്ള വാക്യത്തിലെ പ്രധാന വിഷയം. പൗലോസ് ഈ ഭാഗം ആരംഭിക്കുന്നത് അവർ ക്രിസ്തുവിൽ ഏക മനസ്സും ഏകഭാവവും സംസാരവും അഭിപ്രായവും ഉള്ളവരായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ പറയുന്നത് അവരുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് താൻ കേട്ടതായി അവരോട് അറിയിക്കുന്നു. ക്രിസ്തീയ സഭയിൽ, കൊരിന്ത്യയിലെ ദൈവസഭയിൽ വിഭാഗീയത, ഡിവിഷൻസ്, ഗ്രൂപ്പിസം ഇന്നത്തെ ധാരാളം സഭകളിൽ അത് നമുക്ക് ദർശിപ്പാനായി കഴിയും. ഇത് ദൈവസഭയ്ക്ക് യോഗ്യമായതല്ല, ഭൂഷണമല്ല. പ്രാദേശിക സഭയിൽ ഗ്രൂപ്പിസം, ഡിവിഷൻസ്, പിണക്കം ഒക്കെ ഉണ്ടായിരിക്കുന്നത് അത് ഭൂഷണമല്ല, ദൈവസഭയ്ക്ക് ചേർന്നതല്ല. അപ്പൊ ക്ലോയിയുടെ ആൾക്കാരിൽ നിന്നാണ് 1 അധ്യായം 11 വാക്യത്തിൽ ക്ലോയിയുടെ ആൾക്കാരിൽ നിന്നാണ് ഈ വസ്തുത പൗലോസ് ഗ്രഹിക്കുന്നത്. ക്ലോയിയുടെ ആൾക്കാർ പൗലോസിനെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ എഴുതി അറിയിക്കുകയോ ചെയ്തതായിരിക്കാം. ക്ലോയിയുടെ എന്ന് പറയുന്ന ക്ലോയിയുടെ ആൾക്കാർ ഇവിടെ അവിടെ പേര് ചൊല്ലിയാണ് വച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ കൊരിന്ത്യ സഭയിൽ വിഭാഗീയത ഉണ്ടായിരിക്കുന്നതിന്റെ പ്രധാന കാരണം അവരോട് സുവിശേഷം അറിയിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്ത ക്രിസ്തീയ നേതാക്കന്മാരുടെ പുറകിൽ അണിനിരന്നുകൊണ്ടാണ്. സുവിശേഷം അറിയിക്കുകയും സുവിശേഷം അറിയിച്ചതിന് ശേഷം അവരെ പഠിപ്പിക്കേണ്ടതിന്, നയിക്കേണ്ടതിന് വന്ന ക്രിസ്തീയ നേതാക്കന്മാരുടെ പുറകിൽ സഭയിലെ ജനങ്ങൾ അണിനിരപ്പാനിടയായി തീർന്നു. ഏതെങ്കിലും വിധത്തിൽ ഈ നേതാക്കന്മാർ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. സുവിശേഷീകരണമായിരിക്കാം, അവരുടെ ജീവിതത്തിലെ വചനം പഠിപ്പിച്ചതായിരിക്കാം, അവരുടെ പ്രഭാഷണ ശൈലിയായിരിക്കാം. എന്തായാലും ഈ നേതാക്കന്മാരെ വളരെ സ്വാധീനിച്ചു വിശ്വാസികൾ. അതുകൊണ്ട് അവരുടെ പുറകിൽ ഓരോ ഗ്രൂപ്പുകളായിപ്പോയി. പൗലോസ്, അപ്പല്ലോസ്, പത്രോസ്, അങ്ങനെ ക്രിസ്തുവിനുള്ളവർ 4 ഗ്രൂപ്പുകളായി അവിടെ അറിയപ്പെടാൻ തുടങ്ങി. ഈ വസ്തുതകൾ പൗലോസ് അവിടെ പറയുമ്പോൾ ഡിവിഷൻ പ്രായോഗികമല്ല, ദൈവത്തിന്റെ ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന് അവരെ പഠിപ്പിക്കേണ്ടതിന് ഭാഷാ പ്രയോഗത്തിൽ പൗലോസ് 5 വിധ
5 സ്റ്റെപ്പുകൾ, 5 steps he uses. Okay. ഈ rhetoric, he uses the rhetoric device to unfold the session with the 5 major steps. ഒന്ന്, ആദ്യത്തെ 10 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ he make an appeal to the people. ആ ജനത്തോട് അവൻ അപേക്ഷിക്കുകയാണ് അവരുടെ ഇടയിൽ ഐക്യത ഉണ്ടാകണം എന്ന്. രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് 18 വാക്യം മുതൽ 1-18 മുതൽ 2-5 വരെയുള്ള വാക്യത്തിൽ അവിടെ ലോകജ്ഞാനത്തെയും ദൈവിക ജ്ഞാനത്തെയും കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് എൻകൗണ്ടർ ദ വിസ്ഡം ഓഫ് ദ വേൾഡ് വിത്ത് ദ വിസ്ഡം ഓഫ് ഗാഡ്. ദൈവിക ജ്ഞാനം ലോകജ്ഞാനത്തോടുകൂടെ കൗണ്ടർ ചെയ്യുകയാണ്. ഈ വസ്തുതകളായിരിക്കണം. ഈ ലോകജ്ഞാനം എന്ന് പറയുന്ന ഒരു കാരണം കൂടെ ഉണ്ട്, ജനം ഓരോ ലീഡർമാരുടെ പുറകിൽ അണിനിരക്കുന്നതിന് എന്ന് മനസ്സിലാക്കി. മൂന്നാമതായി പറയുന്നത് ഹി യൂസസ് സർക്കാസം, നമ്മൾ പറയില്ല, ഹാസ്യ, ഐറണിക്കൽ വേ ഓഫ് അഡ്രസ്സിങ് ദി ഇഷ്യൂ. അത് സർക്കാസം എന്ന് പറയുന്നത് ഈസ് എ ലിറ്റററി ഡിവൈസ്. ധാരാളം വിശുദ്ധ തിരുവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരും കർത്താവുമൊക്കെ ഈ ഭാഷാ പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ഷേപഹാസ്യം, that's what the rhetorically എന്താ പറയുന്നത്, സർക്കാസം എന്ന് പറയുന്നത് ആക്ഷേപഹാസ്യം. ഇൻഡയറക്ട്ലി അവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് പ്രസ്തുത വസ്തുതകൾ മുൻപോട്ട് പോകുന്നത്. അടുത്ത കഴിച്ചിട്ട് 4-ാമത്തെയാ പറയുന്നത് പൗലോസിന്റെയും അപ്പൊല്ലോസിന്റെയൊക്കെ മിനിസ്ട്രി ഇത് എങ്ങനെയായിരുന്നു എന്ന് പരാമർശിക്കുന്നുണ്ട്. 3-ാം അധ്യായം 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ. ഓക്കെ, ഇനി 5-ാമത്തെ ഭാഗമാണ്. 4-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള ഭാഗത്തിൽ ഹിസ് എഗ്രിമെന്റ് ഹിംസെൽഫ്, കൊരിന്ത്യയിലെ ജനങ്ങൾ പൗലോസിനെയും അപ്പൊല്ലോസിനെയും ഒക്കെ വിമർശിച്ചതിനെ ഖണ്ഡിക്കേണ്ടതിന് അവരുടെ സമൂഹത്തിൽ പൗലോസ് ഒരു പിതാവിനെ പോലെ പ്രവർത്തിച്ചിരുന്നു എന്ന് സമർത്ഥിക്കുകയാണ്. ഈ 5 മേജർ സെഷനുകളും ഈ ഭാഗത്ത് പ്രസക്തമാണ് കൊരിന്ത്യയിലുണ്ടായിരിക്കുന്ന ഡിവിഷൻ അഡ്രസ് ചെയ്യേണ്ടത്. ഇനി 1-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാന വസ്തുതകൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു പ്രാദേശിക സഭയിൽ സ്പ്ലിറ്റ് ഓർ ഡിവിഷൻസ് ആ പ്രാദേശിക സഭയുടെ സാക്ഷ്യം ഇല്ലാതെയാക്കും. Divisions and splits will devastate the testimony of that very local church. അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. 2, ഇപ്പം വിശ്വാസികൾക്ക് അന്യോന്യം ഗ്രൂപ്പാകുവാൻ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ജാതിപരമായ രാഷ്ട്രീയപരമായ, സാമൂഹികപരമായ, സാമ്പത്തികപരമായ ഒരു കാരണവും കൊണ്ട് വിശ്വാസികൾ വിഘടിച്ചിരിപ്പാൻ പാടില്ല. Christian has no business with the divisions, whether they are racial, political, or social, economical, financial, or ethical. Whatever, ഏത് കാരണമായാലും ഒരു പ്രാദേശിക സഭയിൽ വിശ്വാസികൾ തമ്മിൽ പിണക്കം ഉണ്ടാകാൻ പാടില്ല, ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല. പല പ്രാദേശിക സഭകളിലും പാസ്റ്ററുടെ പക്ഷക്കാർ, ആ പ്രാദേശിക സഭയിലെ പ്രമുഖ വ്യക്തിയുടെ പക്ഷക്കാർ, സെൻട്രൽ പാസ്റ്ററുടെ പക്ഷക്കാർ, കേന്ദ്രത്തിന്റെ പക്ഷക്കാർ, പാസ്റ്റർ തള്ളിക്കളഞ്ഞവരുടെ ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ വിവിധ ഗ്രൂപ്പുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. നാം ലജ്ജിക്കണം അതിൽ. 3-ാമത്തെ കാര്യം, ക്രിസ്തീയ വിശ്വാസികൾ, ദൈവമക്കൾ ഒരിക്കലും ഒരു നേതാവിന്റെ പുറകിൽ അണിനിരന്നുകൊണ്ട്
കർത്താവിന്റെ സുവിശേഷത്തെയും കർത്താവിൻ്റെയും ഖനിക്കത്തക്കവണ്ണം ഡിവിഷൻ ഉണ്ടാകരുത്. prominent figures, they may have high profile. നേതാക്കന്മാർക്ക് അങ്ങനെ ഉണ്ടാകാം. എന്നാൽ നമുക്ക് കർത്താവിന് കൊടുക്കേണ്ട ലോയൽറ്റി ഈ നേതാക്കന്മാർക്ക് കൊടുക്കുവാൻ പാടില്ല. ഈ വസ്തുതകൾ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കണം. കീ തോട്ട്സ് ഫ്രം ദിസ് സെഷൻ, ഈ ഭാഗത്തു നിന്ന്. 10ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഈ അപ്പീൽ അവരെ എന്താണ്? പ്രബോധിപ്പിക്കുകയാണ്. ഗ്രീക്ക് വേർഡ് ഇവിടെ അപ്പീൽ എന്ന് പറയുന്നത് പാരക്കാലയോ എന്ന വാക്കാണ്. ഒരുവനെ മറ്റൊരുവന്റെ സൈഡിൽ, ഈ വാക്കിൽ നിന്നാണ് നമുക്ക് പരിശുദ്ധാത്മാവിന് പാരക്ലീറ്റെ എന്ന വാക്കും ഇതിൻ്റെ ഒരു വകഭേദമാണ് ലഭിച്ചിരിക്കുന്നത്. പാരക്കാലയോ, ഒരുവനോട് പ്രബോധിപ്പിക്കുക, ഒരുവന്റെ കൂടെ അവനെ നിന്ന് സഹായിക്കുന്നതിന് അവനെ പ്രബോധിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക, ബോധം വരുത്തുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. എക്സോട്ട്, എൻകറേജ്, അഡ്മണിഷ്, കംഫർട്ട്, urge, ഈ മീനിങ് ഈ പദത്തിനുണ്ട്. അപ്പൊ പൗലോസ് ഇവിടെ he placed himself a portion of authority, അവരോട് പ്രബോധിപ്പിക്കുവാൻ അധികാരമുള്ളവനായിട്ടാണ് he placed himself പൗലോസ് അവിടെ ചെയ്യുന്നത്. He appealed to them, അവരോട് പറയുന്ന അപ്പോസ്തോലിക അധികാരത്തിന്റെ പ്രാഗൽഭ്യത്തോടാണ് അവരെ പ്രബോധിപ്പിക്കുന്നത്. അത് പ്രബോധിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലിയാണ്. ക്രിസ്തു യേശുവിന്റെ നാമം ചൊല്ലിയാണ്. അത് നമുക്ക് വിശുദ്ധ തിരുവചനത്തിൽ പൗലോസിന്റെ ലേഖനത്തിൽ പല പ്രാവശ്യം ദർശിപ്പാനായി നമുക്ക് കഴിയും. അതേ പ്രയോഗം തന്നെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. നാം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അപ്പം യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലിയാണ് അവൻ അവരെ പ്രബോധിപ്പിക്കുന്നത്. ആ യേശുക്രിസ്തുവിന്റെ നാമമാണ് സുവിശേഷ പ്രസംഗകനായ പൗലോസിന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനവും. അപ്പോൾ പൗലോസ് അവരോട് 3 പ്രാവശ്യം ഈ ഭാഗത്ത് പറയുന്ന വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരേ മനസ്സ്, ഒരേ സംസാരം, ഒരേ അഭിപ്രായം അവർക്കുണ്ടായിരിക്കണം എന്ന്. രണ്ടാം തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയും, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണം എന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പം അവിടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ആജ്ഞാപിക്കുന്നത്. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സുവിശേഷത്തിന്റെ ആധാരം കർത്താവ് യേശുക്രിസ്തുവാണ്. അവരുടെ ഇടയിൽ ഒരേ മനസ്സും ഒരേ സംസാരവും ഒരേ മനസ്സും ഒരേ അഭിപ്രായം ഉണ്ടായിരിക്കണം എന്ന് പൗലോസ് അവരോട് പറയുകയാണ്. അവരോട് പറയാ, യോജിച്ചിരിക്കണം, നിറ്റ് ടുഗദർ, യോജിച്ചിരിക്കണം എന്ന ഫങ്ഷൻ ലൈക്ക് എന്ന വാക്കിൽ ഈ ഐക്യത എന്ന് പറയുന്നത് കേവലം സാമൂഹികമായ ഒരു ഐക്യം എന്ന അർത്ഥത്തിലല്ല, ഉപദേശപരമായ, അഭിപ്രായപരമായ, ലക്ഷ്യപരമായ ഐക്യത ആണ് സുവിശേഷത്തിൽ ഐക്യത എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. സാമൂഹികമായ ഐക്യത അല്ല, ഉപദേശത്തിലുള്ള ഐക്യത, ക്രിസ്തുയേശുവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണെന്നുള്ള ബോധത്തിലുളവാകുന്ന ഐക്യത. അത് ഒരേ അഭിപ്രായവും ഒരേ മനസ്സും
ഉള്ളവരായിരിക്കണം എന്ന് കർത്താവ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ക്രിസ്തീയ സഭ ഏക ഉപദേശമുള്ളവരായിരിക്കണം. ഒരു കർത്താവേ ഉള്ളൂ, ഒരു വചനമേ ഉള്ളൂ, ഒരു സ്നാനമേ ഉള്ളൂ. അത് ഒരു ഉപദേശമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. നമ്മുടെ വ്യത്യസ്തമായ ഉപദേശങ്ങൾ ഉണ്ടാകുന്നത് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. പരസ്പര വിരുദ്ധങ്ങളായ ഉപദേശങ്ങൾ എല്ലാം ഒരുപോലെ ശരിയാകില്ല. അപ്പോൾ ശരിയായതൊന്നുണ്ട്, അത് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ അത്യാവശ്യം. ഈ ഡിവിഷൻസ് എന്ന് പറയുന്നതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് സ്കീമ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, യവന ഭാഷ സ്കീമ. ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഡിവിഷൻസ് എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 9:16 വാക്യത്തിൽ ഒരു വസ്ത്രത്തിൻ്റെ കീറൽ പോലെ, ഒരു വസ്ത്രത്തിനുണ്ടാകുന്ന ഖണ്ണം പോലെ, മുറിവ് ഉണ്ടാകുന്ന യോഹന്നാന്റെ സുവിശേഷം 7:43 അഭിപ്രായം ഐക്യമില്ലായ്മ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതിനെ സ്കീമ എന്ന് പറയും. ആന്തരികമായി മറ്റൊരുവനോട് തോന്നുന്ന അകൽച്ച, എ ഫീലിംഗ് ഓഫ് സെപ്പറേഷൻ, ഇൻവേർഡ് സെപ്പറേഷൻ, ഒരു മനുഷ്യനോട് അകൽച്ച തോന്നുന്ന മനോഭാവത്തിന് പറയാം. ഇനി അത് സഭയോടുള്ള ബന്ധത്തിലാണെങ്കിൽ അൺആഥറൈസ്ഡ്, അംഗീകരിക്കാത്ത, സഭയോട് ബന്ധമില്ലാതിരിക്കുക, ഇതിനെയൊക്കെ നമുക്ക് ഡിവിഷൻ എന്ന് പറയാം. ഈ കൊരിന്ത്യ സഭയിലെ പിണക്കം എന്ന് പറയുന്നത് ഉപദേശപരമായി ഉണ്ടായ പിണക്കമല്ല. ആ പിണക്കം മൂലം അന്യോന്യം കർത്താവിൻ്റെ മേശയെടുക്കെ കൂട്ടായ്മ ആചരിക്കുകയോ ചെയ്യാതിരിക്കുന്ന പിണക്കമല്ല. ബട്ട് എക്സിസ്റ്റ് in their life, they have a feeling, therefore it comes to pinakkamai varigana, a strife. They have a alienation of feeling. ഒന്നിച്ചാണ് കൂട്ടായ്മ എടുക്കുന്നത്, അതിനവർക്ക് വിഷയമില്ല. ആ വിഭാഗീയത അങ്ങനെ വരുന്നില്ല. മറിച്ച് എ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ഉണ്ടാക്കുന്നു. മറ്റൊരുവനോട് അടുത്തിരിക്കാൻ അല്ലെങ്കിൽ യോജിച്ചിരിക്കാൻ കഴിയുന്നില്ല എന്ന മനോഭാവം. അതാണ് ഇവിടുത്തെ പ്രസക്തമായ വിഷയം. അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? യോജിച്ചിരിക്കണം, ജോയിൻ ടുഗെദർ. അവിടെ ജോയിൻ ടുഗെദർ എന്ന് പറയുന്ന വാക്ക് കാറ്ററിറ്റ്സോ എന്ന യവന പദമാണ്. കാറ്ററിറ്റ്സോ അതിൻ്റെ മീൻസ് റിപ്പയർ, ടു മെൻഡ്, നന്നാക്കുക എന്ന ആശയത്തിലാണ് മത്തായി സുവിശേഷം 4:21 വാക്യത്തിൽ ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ സെബെദയുടെ മക്കൾ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബെദയുടെ വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. വല നന്നാക്കുന്നത് കണ്ട്. അപ്പം അത് അങ്ങനെ വല നന്നാക്കുന്നതിന് പറയാം. അതുപോലെ തന്നെ ഒരു ശരീരത്തിലൊരു അവയവം സ്ഥാനം തെറ്റിയാൽ അതിനെ നേരെയാക്കുന്നത്, പിടിച്ച് നേരെ വെക്കുന്നത്, അതിന് ഈ വാക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഒരു തുന്നൽ, കീറിപ്പോയ ഒരു വസ്ത്രത്തിൻ്റെ ഭാഗം യോജിപ്പിക്കുന്നതിന് പറയാം. ഈ വാക്കൊക്കെ ഉപയോഗിക്കാം. ഈ ജോയിൻ ടുഗെദർ എന്ന് പറയുന്നത് ഒരു വസ്ത്രം കീറിയ വസ്ത്രത്തിൻ്റെ 2 ഭാഗങ്ങളെ യോജിപ്പിക്കുന്നത് പോലെ യോജിപ്പിച്ചിരിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ. ഓരോ വിശ്വാസിയും, കൊരിന്ത്യ സഭയിലെ ഓരോ വിശ്വാസിയും ആന്തരികമായി മറ്റൊരു സഹോദരനോട് ഐക്യമുള്ളവനായിരിക്കുകയും അവരുടെ ഐക്യത ബാഹ്യമായി അവരുടെ തീരുമാനങ്ങളിലും അവരുടെ പ്രവൃത്തികളിലും വെളിവായി വരേണ്ടതുമാണ്. നമുക്ക് ആന്തരികമായ ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ ഏക അഭിപ്രായവും ഏകമായ മനസ്സോടും കൂടെ പ്രവർത്തിപ്പാനായി കഴിയൂ. എപ്പോൾ നമുക്ക് ആന്തരികമായ ഐക്യമില്ലാതെ വരുമോ നമ്മുടെ ഇടയിൽ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. അങ്ങനെയാണ് സഭകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. 4-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 4:32 ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു, തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ഇനി 4-ാം അധ്യായം എഫേസ്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു.
അപ്പം ഒരു പ്രത്യാശ, പ്രത്യാശ. വ്യത്യസ്തമായ പ്രത്യാശകൾ വിശ്വാസിക്കില്ല, വ്യത്യസ്തമായ കർത്താവ് വിശ്വാസികൾക്കില്ല. ഒരു കർത്താവ്, ഒരു സ്നാനം, അതുപോലെ തന്നെ ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരിക്കണം വിശ്വാസികൾ. അപ്പം വിശ്വാസത്തിൻ്റെ ഐക്യത ഉണ്ടാകുന്നത് ദൈവവചനത്തിൻ്റെ ശരിയായ പഠിപ്പിക്കൽ നിമിത്തം ഉളവായി വരുന്ന ക്രിസ്തീയ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ക്രിസ്തീയ പരിജ്ഞാനം, ക്രിസ്തുവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ വിധത്തിൽ ചിന്തിക്കണം ആ വിഷയത്തിൽ. ഇതാണ് അതിൻ്റെ ഉപദേശം. അപ്പോൾ നമ്മൾ അതിന് വിരുദ്ധമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പൊ ദൈവവചനമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ തത്വസംഹിതകളോ കുലപതിമാരുടെ പ്രസംഗങ്ങളോ ഒന്നുമല്ല. ദൈവവചനമാണ് ആധാരം നമ്മുടെ ഐക്യതയുടെ എന്ന് മനസ്സിലാക്കിയിരിക്കണം. ദൈവവചനമാണ് സത്യം. ആ സത്യത്തിലാണ് നമ്മുടെ ഐക്യത നിലനിൽക്കേണ്ടത്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ക്ലോവയുടെ ആൾക്കാരെന്ന് പറയുന്നത് കൊരിന്ത്യ സഭയിലെ ഒരു പ്രാമിനന്റ് ആളായിരുന്നിരിക്കാം. പൗലോസിന്റെ അടുത്ത് എഫെസസിൽ അവർ ചെന്നിട്ടുണ്ടാകണം ഈ വിഷയം അവരെ അറിയിക്കാൻ. ഓക്കെ, പിണക്കം എന്ന് പറയുന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന യവന പദം എന്ന് പറയുന്നത് എറിഷ് എന്ന വാക്കാണ്. എറിഷ്, അതിന് സ്ട്രൈഫ്, ഡിസെൻഷൻ, റൈവൽറി, റാങ്ക്ലിംഗ് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളുണ്ട്. ഈ പിണക്കം എന്ന് പറയുന്ന പദം, സ്ട്രൈവ് എന്ന് പറയുന്ന പദം പൗലോസിന്റെ ലേഖനത്തിൽ പല പ്രാവശ്യം ജഡത്തിന്റെ പ്രവൃത്തിയായി വിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പല ഭാഗങ്ങളിൽ. കൊരിന്ത്യർ റോമാലേഖനം 1:29, 13:13, ഗലാത്യർ 5:20, 1 തിമോത്തി 6:4, ടൈറ്റസ് 3:9. അവിടെ ഹോട്ട് ഡിസ്പ്യൂട്ട്, ഒരു തർക്കം, ചൂടായ ഒരു തർക്കം, ആൻ ഇമോഷണൽ ഫ്ലെയിം, മാനസികമായി ഉണ്ടാകുന്ന ഒരു എരിവ്, ദാറ്റ് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് കംസ്, അങ്ങനെ വരുമ്പോൾ മറ്റൊരു വ്യക്തിയെ സഹിക്കാൻ കഴിയാതെ വരും. ദാറ്റ്സ് വാട്ട് ഡിവിഷൻ കംസ് ഇൻ. നിങ്ങൾക്ക് മാനസികമായി ആ വ്യക്തിയെ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ സാമീപ്യം നിങ്ങളെ അസ്വസ്ഥനാക്കും. അപ്പോൾ അവിടെ ഗ്രൂപ്പിസം പ്രത്യക്ഷത്തിൽ സഫലമാകും. ഇനി 12-ാം വാക്യം. നിങ്ങൾ ഓരോരുത്തൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്ന പോൽ. അപ്പൊ ഇവിടെ അവരുടെ സ്വഭാവം, അവരുടെ ഇടയിലെ ഇടർച്ചയുടെ അല്ലെങ്കിൽ പിണക്കത്തിൻ്റെ കാരണമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഓരോരുത്തരും ഓരോ നേതാക്കന്മാരുടെ പക്ഷക്കാരായിട്ടാണ്. ആദിമ സഭയിൽ ആ കാലത്ത് യഹൂദന്മാരും യവനന്മാരും തമ്മിൽ പിണക്കം ഉണ്ടായിരുന്നു, വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ജെന്റൈൽ കൺവേർട്സ് ആൻഡ് ജൂയിഷ് കൺവേർട്സ്. അപ്പൊ ഗലാത്യ ലേഖനത്തിൽ പൗലോസിനെ വിളിക്കുന്നത്, പൗലോസ് ജാതികളുടെ അപ്പോസ്തോലൻ എന്നാണ് പൗലോസിനെ വിളിക്കുന്നത്. ജാതികളുടെ അപ്പോസ്തോലൻ, among the Gentiles എന്ന്. അപ്പൊ ഇവിടെ ഡിവിഷൻ ഉണ്ടാകാൻ ഒരുപക്ഷെ കാരണം പൗലോസിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ ആളുകൾ ഒരുപക്ഷെ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാകാം. പത്രോസിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞവർ ഒരുപക്ഷെ യഹൂദന്മാരുടെ കൂട്ടത്തിൽ രക്ഷിക്കപ്പെട്ടവരാകാം. അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നത്, അപ്പല്ലോസ് എന്ന് പറയുന്ന വ്യക്തി അലക്സാൻഡ്രിയക്കാരനും വാഗ്ഭൈവവുമുള്ള വ്യക്തിയുമായിരുന്നു, സാമർഥ്യമുള്ളവനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹി വാസ് ഇലക്വന്റ്, അലക്സാൻഡ്രിയൻ ഇലക്വന്റ്. അപ്പോൾ അവൻ്റെ വൈഭവം, പ്രസംഗ ചാരുത ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ യവന സംസ്കാരത്തോടും കുരുന്തിയിലെ ജ്ഞാനത്തോടും താരതമ്യമുള്ള ഭാഷാ ശൈലിയോ പ്രസംഗ ശൈലിയോ ഉള്ള അപ്പല്ലോസിനെ അവൻ്റെ പുറകിൽ അണിനിരക്കാൻ കാരണം. അപ്പോൾ ഈ 3 ഗ്രൂപ്പിലും പെടാത്ത ആളുകൾ അവർ എന്ത് ചെയ്തു? ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെന്ന് പറയുവാനിടയായി തീർന്നു. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഇവിടെ സ്നാനം നടത്തിയതും ഒരുപക്ഷെ സുവിശേഷീകരണം മാത്രമല്ല, സുവിശേഷീകരണ നിമിത്തം മാനസാന്തരപ്പെട്ടു വന്നവരെ, രക്ഷിക്കപ്പെട്ടു വന്നവരെ സ്നാനപ്പെടുത്തിയതും ഒരുപക്ഷെ
ഡിവിഷന്റെ കാരണമായിരിക്കാം. പൗലോസ് അവിടെ പറയുന്നുണ്ട്. പൗലോസ് കൊരിന്ത്യ വിട്ട് കഴിഞ്ഞപ്പോൾ അപ്പല്ലോസാണ് എന്ത് ചെയ്തത്? പൗലോസ് നട്ടതിന് വെള്ളമൊഴിക്കേണ്ടതിന് അവിടെ വന്നത്. അപ്പോസ്തല പ്രവൃത്തി 18 24 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അലക്സാന്ദ്രിയക്കാരനായ വാഗ്ഭൈവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന് പേരുള്ള ഒരു യഹൂദൻ എഫെസസിലെത്തി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുക്രിസ്തുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ അപ്പല്ലോസിന് എന്തുണ്ട്? തറോ നോളജ് ഓഫ് ദി സ്ക്രിപ്ചേഴ്സ്. സൂക്ഷ്മമായി പ്രസ്താവിക്കുക, ഉപദേശിക്കുകയും ചെയ്തു യേശുക്രിസ്തുവിൻ്റെ വസ്തുത. ഓക്കെ, ആക്യുറേറ്റ് നോളജ് ഓഫ് ക്രൈസ്റ്റ് അത് അവന് ഉണ്ടായിരുന്നു. ഇനി 26-28 അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അഖിലാസും പ്രിസ്കില്ലയും അവൻ്റെ മാർഗം കേട്ടാൽ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായിലേക്ക് പോകാൻ ഇച്ഛിച്ചപ്പോൾ, കൊരിന്തിലേക്ക് പോകാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാരെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളാൻ ശിഷ്യന്മാർ എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറ് അവൻ ദൈവവരെ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. എന്നിട്ട് 28 വാക്യം, യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ ഖണ്ഡിച്ചു കളഞ്ഞു. സോ ഹി വാസ് എ വെരി എലക്വന്റ് പ്രീച്ചർ. കൊരിന്ത്യയിൽ വന്നപ്പോൾ യഹൂദന്മാരെ അവൻ എന്ത് ചെയ്തു? തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് യേശുക്രിസ്തുവാണ് മെസ്സിഹ എന്ന് അവരെ എന്ത് ചെയ്തു? സമർത്ഥിച്ചു. യഹൂദ പ്രമാണിമാരെ, പ്രഭാഷകരെ നിഷ്പ്രയോജനരാക്കി അപ്പല്ലോസ്. അപ്പോൾ ആ ഒരു വിഗറസ്നെസ്, that what eloquency or such an understanding ആയിരിക്കാം അവൻ്റെ കൂടെ നടത്താനിടയാണ്. അപ്പോൾ പൗലോസിനെ കുറിച്ച് പറയുന്നു 2-3 വാക്യത്തിൽ, ഞാൻ ബലഹീനതയോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്നാണ്. On the contrast, Paul was among them with the great fear and trembling. അത് ഒരുപക്ഷേ ആയിരിക്കാം അപ്പല്ലോസിൻ്റെ പുറകിൽ ആളുകളിൽ നിരക്കുവാൻ കാര്യം. ഈയിടെ അപ്പല്ലോസും പൗലോസും തമ്മിൽ ഉപദേശപരമായ വ്യത്യാസമല്ല. ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ഡോക്ട്രിൻ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് സ്റ്റൈൽ, നോട്ട് സബ്സ്റ്റൻസ്. ഉപദേശത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ, അവർ പ്രസംഗിച്ച വചനത്തിൻ്റെ ഉള്ളടക്കത്തിലല്ല അവർ തമ്മിൽ വ്യത്യസ്തരായിരിക്കുന്നത്. ഡിഫറെൻറ്റ് സ്റ്റൈൽ. അവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായ സ്റ്റൈലായിരുന്നു പ്രസംഗത്തിൻ്റെ. അത്രേ ഉള്ളൂ അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. പൗലോസ് അപ്പല്ലോസിനെ എൻകറേജ് ചെയ്തിട്ടുണ്ട് കൊരിന്തിലേക്ക് പോകുവാൻ. 16-12 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ അവർ തമ്മിൽ ഉപദേശപരമായ ബുദ്ധിമുട്ടുകളോ വ്യക്തിപരമായ ശത്രുത ഉണ്ടായിരുന്നില്ല. വിശ്വാസികളാണ് ഈ നേതാക്കന്മാരുടെ പുറകിൽ അണിനിരുന്നത്. അതിൻ്റെ കാരണങ്ങൾ യഹൂദന്മാരായ വിശ്വാസികൾ, യവനന്മാരായ ജാതികളിൽ നിന്ന് കടന്നു വന്ന വിശ്വാസികൾ, സാഹിത്യവും ഭാഷയും അറിയുന്ന വിശ്വാസികൾ, ഇതിലൊന്നും പെടാത്തവർ ക്രിസ്തുവിൻ്റെ ഭാഗത്ത്. അങ്ങനെ ഡിവിഷൻ ഉണ്ടാകുവാനിടയായത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി 13 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ ഡിവിഷൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ആ വസ്തുത, അവരുടെ ഇടയിലുള്ള പിണക്കത്തെ നമുക്ക് വിവരിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, അപ്പോൾ പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചൊന്നും ആരും പറയാതെ വണ്ണം ക്രിസ്പസിനെയും ഗയസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്റ്റെഫനസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്ര ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താനും. പൗലോസ് ഇവിടെ മറ്റുള്ളവർ പ്രസംഗിച്ചത് താൻ പ്രസംഗിച്ചതിന് വിരുദ്ധമായി പ്രസംഗിച്ചു എന്ന് പരാമർശിക്കുന്നതേ ഇല്ല. തെറ്റിദ്ധരിക്കപ്പെടരുത്. പ്രശ്നം ഇവിടെയുള്ള വിഷയം നോട്ട് ദി ഡോക്ട്രിൻ ഓർ സബ്സ്റ്റൻസ് ഓഫ് മെസ്സേജസ്. മറ്റ് സഭകളിൽ പലയിടത്തും മറ്റൊരു സുവിശേഷമാണ് പ്രസംഗിച്ചത്. അതാണ് വിഷയം. ഉപദേശപരമായ വിഷയങ്ങളിൽ മറ്റ് സഭകളിൽ ഉണ്ടായത്. ഇവിടെ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിലല്ല വിഷയം വന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ
ഉപദേശത്തിൻ്റെ വിരുദ്ധത ഉണ്ടാകുമ്പോൾ അവരോട് പൗലോസ് അകന്നിരിക്കാനാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത്. ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പ്രസംഗിച്ചാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അവനോട് കൂടെ സംസർഗം പാടില്ല എന്ന വസ്തുതയാണ് പഠിപ്പിക്കുന്നത്. ഡിവിഷൻ ഈസ് എൻകറേജ്ഡ് വെൻ ദർ ഈസ് എ കാർഡിനൽ ഡോക്ട്രിനൽ ഇഷ്യൂ കംസ് ഇൻ ടു ദ ചർച്ച്. സഭയിൽ ഉപദേശപരമായ വ്യത്യാസമുണ്ടാകും, അടിസ്ഥാനപരമായ നോൺ നെഗോഷ്യബിളായ ഉപദേശങ്ങളിൽ ഐക്യതയില്ലാതെ വരുമ്പോൾ ആ സമൂഹത്തോട് അകന്നിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ സാമൂഹികമായും സാമ്പത്തികമായും വർണ്ണമനുസരിച്ചോ നാം രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ നാം എന്ത് ചെയ്യരുത്? പ്രാദേശിക സഭയിൽ നിന്ന് വിഭജിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഒരു സ്ഥലത്ത് ഉപദേശപരമായ പ്രശ്നമെങ്കിൽ നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റും. ഇവിടെ ഉണ്ടായ ഡിവിഷൻ എന്ന് പറയുന്നത് ചിന്തിക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ സുവിശേഷകന്റെ അല്ലെങ്കിൽ അപ്പോസ്തോലന്റെ പുറകിൽ അണിനിരക്കാനിടയായത്. അത് അവരെ സ്വാധീനിച്ച ഘടകങ്ങൾ പലതാണ്. സുവിശേഷം പ്രസംഗിച്ചു, സ്നാനപ്പെടുത്തി, പ്രഭാഷണ ശൈലി ഒക്കെ ആയിരിക്കാം. 13 വാക്യം പൗലോസ് 3 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കൊരിന്ത്യക്കാരുടെ വിഷയത്തെ, മനോഭാവത്തെ തുറന്ന് കാട്ടുന്നത്. അവർ ചോദിക്കുകയാണ്. അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അവർ ആരാണ്? ദേ ബിലോങ് ടു ക്രൈസ്റ്റ്. 1-12 വാക്യത്തിൽ പറയുന്നവർ ക്രിസ്തുവിനുള്ളവരാണ്. 1-9 പറഞ്ഞ അവനെ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചവനാണ് ദൈവം, ദൈവം വിളിച്ചവരാണ്. 6 പറഞ്ഞ അവൻ ക്രിസ്തുവിനോട് കൂടെയുള്ള ക്രിസ്തുവിലുള്ളവരാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മത്തായി സുവിശേഷം 12:25, ഒരു രാജ്യം ആ രാജ്യത്തിനെതിരെ ആക്രമിച്ചാൽ ആ രാജ്യം തകർന്നു പോകും. ഒരു മനുഷ്യൻ തൻ്റെ അസ്തിത്വത്തിനെതിരെ പ്രവർത്തിച്ചാൽ തൻ്റെ അസ്തിത്വം ഇല്ലാതെയാകുമെന്ന സാമാന്യ തത്വമാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നവർ, കർത്താവ് യേശുക്രിസ്തുവിനുള്ളവർ, അവനോട് യോജിച്ചിരിക്കുന്നവർ വിഘടിച്ചു പോയാൽ അത് സ്വാഭാവികമല്ല. ഇറ്റ് ഈസ് കോൺട്രഡിക്ടറി ടു ക്രൈസ്റ്റ്. 3 ചോദ്യം ചോദിക്കുന്നു. 1, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടുവോ? കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിക്കുക, കർത്താവ് വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? അടുത്ത ചോദ്യം, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏറ്റുവോ? 3 ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങൾക്കും ഇല്ല എന്ന വ്യക്തമായ മറുപടിയാണ് നൽകുവാൻ. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? ഇല്ല. പൗലോസ് ക്രൂശിക്കപ്പെട്ടുവോ നിങ്ങൾക്ക് വേണ്ടി? ഇല്ല. പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്? ഇല്ല. ഈ 3 വസ്തുതകളും ഇല്ല എന്ന് വ്യക്തമായി തന്നെ എന്ത് ചെയ്യാൻ പറയുന്നു? The answer is emphatically no to these 3 questions. എന്നാൽ കൊരിന്ത്യരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ യെസ് എന്ന ഉത്തരമാണ്. അതാണ് അവരുടെ പ്രായോഗിക ജീവിതം. നോ എന്നല്ല വരച്ചു കാട്ടിത്തരുന്നത്, അല്ല എന്നല്ല, മറിച്ച് ആണ് എന്ന രീതിയിലാണ്. ഇതാണ് പ്രശ്നം. നമ്മൾ വിശ്വാസികളാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ നമ്മുടെ ജീവിത ശൈലിയോ വിശ്വാസികളല്ല എന്ന് സമർത്ഥിക്കുന്നതാണ്. ഇവിടെ അതാണ് പ്രശ്നം. ഇപ്പൊ ക്രിസ്തുവിന്റെ പ്രാദേശിക സഭയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കുക വഴി ക്രിസ്തുയേശുവിന്റെ ശരീരത്തെ അവരെന്ത് ചെയ്തിരിക്കുന്നത്? വിഭജിച്ചിരിക്കുകയാണ്. That's against the nature of Christ. ക്രിസ്തുയേശുവിന്റെ സ്വഭാവത്തിന് വിരുദ്ധമാണ്. അവനെ വിഘടിപ്പിക്കാൻ കഴിയില്ല. If
it is impossible to divide Christ, then it is impossible logically to split his body. അവന്റെ ശരീരമാകുന്ന സഭയെയും വിഭജിപ്പാൻ സാധ്യമല്ല. ഇവിടെ വിഭജിക്കപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഇലോജിക്കൽ, അവർക്കുള്ള സുബോധമില്ലായ്മയാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുവാനായി കഴിയുന്നത്. അപ്പം മനസ്സിലാക്കിയിരിക്കണം, ഒരു ക്രിസ്തീയ നേതാവിനെയും കർത്താവിനുള്ള സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കരുത്. പ്രതിഷ്ഠിച്ചാൽ നാം ക്രിസ്തുവിനെ വിഭജിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തുവിനോട് ലോയൽറ്റി ഉള്ളവരായിരിക്കേണ്ടതിന് എൻ്റെ പ്രധാന കാരണം, ഒന്ന്, നാം ക്രിസ്തുവിലുള്ളവരാണ്. He is the living God. രണ്ട്, അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചവനാണ്. He is the redeemer. He redeemed us. അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചവനാണ്. മൂന്ന്, അവനോട് നാം ഒന്നായി തീർന്നവരാണ്. അവനോട് we are in Christ. ക്രിസ്തുവിലുള്ളവരാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും we are in Christ. Christ redeemed us. We are united with him. ഓരോരുത്തരും അങ്ങനെയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യരുത്, ഈ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് ദീസ് ആർ പെക്യൂലിയർ ടു ക്രൈസ്റ്റ്. അത് മറ്റൊരാൾക്കാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ക്രൈസ്റ്റ് ഈസ് ദ റിഡീമർ. ക്രൈസ്റ്റ് ഈസ് our Savior. We are united with him. അതുകൊണ്ട് വിഭജനം യുക്തിക്ക് നിരക്കുന്നതല്ല. Christ is the body. The head, Christ is the head of the body. He is incapable of divisions. അതാണ് ഇവിടുത്തെ ന്യായം പൗലോസ് നിരത്തുന്നത്. വിഭജിപ്പാൻ പാടില്ല. 14, ഞാൻ 14ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ആരും പറയാതിരിക്കത്തക്കവണ്ണം ഗായസിനെയും ക്രിസ്പസിനെയും മാത്രം എന്ത് ചെയ്തുള്ളൂ, പൗലോസ് സ്നാനപ്പെടുത്തിയതായി പരാമർശിക്കുന്നുള്ളൂ. പൗലോസ് സന്തോഷിക്കുകയാണ്, കുറച്ച് ആളുകളെ മാത്രമേ അവൻ എന്ത് ചെയ്തിട്ടുള്ളൂ, സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപക്ഷെ അതിന്റെ കാരണം, സ്നാനപ്പെടുത്തിയത് ആരാണോ അവരുടെ പുറകിൽ അണിനിരന്ന് കാണാം ആളുകൾ. ഇപ്പൊ പണ്ടത്തെ കാലത്ത് പ്രഭാഷകർ ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ട്യൂട്ടോറിയൽ കോളേജുകളിലും ട്യൂഷൻ സെന്ററിലും ഒക്കെ പഠിച്ച് പരീക്ഷ ജയിക്കുന്നവരുടെ ഫോട്ടോയൊക്കെ അയച്ച് എടുത്ത് ആ ട്യൂഷൻ സെന്ററിൻ്റെയും ട്യൂട്ടോറിയൽസിൻ്റെയും ഒക്കെ പരസ്യത്തിൽ വയ്ക്കും. അപ്പം ഞങ്ങളാണ് ഇവരെ ഈ വിജയം കരസ്ഥമാക്കുവാൻ പ്രാപ്തരാക്കിയത് എന്ന് പറഞ്ഞ പോലെ, പഴയ കാലത്ത് യവന പ്രഭാഷകന്മാർ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അധികം അനുയായികളെ, ശിഷ്യന്മാരെ ഉണ്ടാക്കേണ്ടതിന് അവൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. കൂടുതൽ ശിഷ്യന്മാരുള്ള ആളുകൾ കൂടുതൽ പ്രകീർത്തിക്കപ്പെടുമായിരുന്നു. അപ്പോൾ അതിന് ആ ഒരുവനെ ശിഷ്യനാക്കേണ്ടതിന് ആ ഗുരു പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പൊ പൗലോസ് അങ്ങനെ ഒരു യവന പ്രഭാഷകനെ പോലെ അല്ല. കുറെ ആളുകളെ, കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തി തൻ്റെ ശിഷ്യനാക്കുവാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. So his purpose was not making disciples for him. അവന് വേണ്ടി ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നില്ല പൗലോസിൻ്റേത്. ഇന്ന് പലപ്പോഴും ആളുകൾ എത്ര പേരെ സ്നാനപ്പെടുത്തി എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എത്ര യോഗങ്ങളിൽ പ്രസംഗിച്ചു എന്ന് നിനക്കറിയാമോ? അതൊക്കെ അവരുടെ ക്രെഡിബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ കാണിക്കുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് അവരതൊക്കെ വരച്ച് കാട്ടുന്നത്. ഇവിടെ എത്ര പേരെ സ്നാനപ്പെടുത്തി എന്നതല്ല, എത്ര കൺവെൻഷനിൽ പ്രസംഗിച്ചു എന്നതല്ല വിഷയം. കർത്താവിന് വേണ്ടി ജീവിച്ചുവോ എന്നുള്ളതാണ് പ്രസക്തി.
അപ്പൊ പൗലോസ് കൊരിന്ത്യയിലെ യവന തത്വശാസ്ത്രജ്ഞന്മാർക്കും പ്രഭാഷകർക്കും ഇടയും ശൈലി പോലെ അല്ല താൻ സുവിശേഷം അവിടെ അറിയിച്ചത്. പൗലോസിന് അവിടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു തന്റെ പ്രധാനമായ ലക്ഷ്യം. തനിക്ക് സുവിശേഷം അറിയിക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരം എന്ന് പറയുന്നത് കേവലം എ ചാൻസ് ആയിട്ടല്ല പൗലോസ് കാണുന്നത്. ഇറ്റ്സ് എ പ്രൊവിഡൻഷ്യൽ കെയർ, പ്രൊവിഡൻഷ്യൽ ഡിറക്ഷൻ, ദൈവികമായ നിയോഗമാണെന്ന് കാണുന്ന വ്യക്തിയാണ്. Therefore he is grateful to God. ദൈവത്തോട് നന്ദിയുള്ളവനാണ്. ക്രിസ്പസ് എന്ന് പറയുന്ന ആളിന്റെ മാനസാന്തരത്തെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗായസിനെ റോമാലേഖനം 16-ാം അധ്യായം 23-ാം അധ്യായത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലനെ കൊരിന്ത്യയിൽ ഹോസ്റ്റ് ചെയ്ത ആളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും 16-ാം വാക്യത്തിൽ സ്റ്റെഫാനസിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റെഫാനസിന്റെ ഭവനക്കാരെ ഞാൻ സ്നാനം കഴിപ്പിച്ചു, അല്ല മറ്റാരെയും സ്നാനം കഴിപ്പിച്ച് ഞാൻ ഓർക്കുന്നില്ല. ഈ സ്റ്റെഫാനോസിന്റെ ഭവനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഒന്നുമില്ല. 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഒരിക്കൽ കൂടെ ഭവനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അഖായിലെ ആദ്യ ഫലമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നത്, they have devoted themselves to the service of God's dedicated people. ദൈവത്തിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുന്നത് വളരെ ശുഷ്കാന്തി ഉള്ളവരായിട്ടാണ് അവരെ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പരാമർശിക്കുന്നത്. പൗലോസിൻ്റെ കൂടെ എന്ത് ചെയ്തു, ടു എഫെസസ്, ഹാഡ് കം ടു എഫെസസ് വിത്ത് അതർ ഡെലഗേറ്റ്സ്. ഇവിടെ എഫെസസിലേക്ക് മറ്റ് ആളുകളുടെ കൂടെ സ്റ്റെഫാനസും വന്നു എന്ന് 16-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റെഫാനസ് എന്ന് പറയുന്ന വ്യക്തി കൊരിന്ത്യ സഭയിൽ, റോമാ കൊരിന്ത്യയിൽ വളരെ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പൗലോസാണ് സുവിശേഷീകരണത്തിൽ അത് പ്രധാനമായ, പൗലോസ് പറയുന്നത് ഞാൻ പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടു എന്ന്. He was the responsible for the evangelization of Corinth. സുവിശേഷീകരണത്തിന്റെ പ്രധാന ആള് കൊരിന്ത. എന്നാൽ അവിടെ വിരോധാഭാസം എന്ന് പറയട്ടെ, അവന് ഓൺലി ഫ്യൂ ആളുകളെ മാത്രമേ സ്നാനപ്പെടുത്തിയുള്ളൂ. ഹി ബാപ്റ്റൈസ്ഡ് ഓൺലി ഫ്യൂ പീപ്പിൾ. അവിടെ അവൻ he understand his mission is to preach the gospel. Even though സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം, സ്നാനം ക്രിസ്തുയേശുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും വിശ്വാസത്തിൽ ഒരുവൻ താരതമ്യം പ്രാപിച്ചു എന്ന് വെളിപ്പെടുത്തുന്നതിൻ്റെ സാക്ഷ്യമാണ് ജലത്തിലുള്ള സ്നാനമെങ്കിലും അത് രക്ഷയുടെ സന്ദേശത്തെ വിളിച്ചറിയിക്കുന്നു എങ്കിൽ പോലും പൗലോസ് അധികം ആളുകളെ എന്ത് ചെയ്തില്ല, സ്നാനപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവിടെ 17-ാം വാക്യത്തിൽ പറയാം, എന്നെ അവൻ സ്നാനം കഴിപ്പിപ്പാനല്ല അയച്ചതോ എന്ന് പറയുന്നുണ്ട്. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്ര എന്നെ ക്രിസ്ത്യൻ അയച്ചത്. ഇവിടെ പൗലോസ് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് സ്നാനം എന്ന ഉപദേശത്തെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അണ്ടർമൈൻ ചെയ്യുന്നില്ല. It does not undermine the doctrine of salvation or the value of salvation. Baptism. സ്നാനം എന്ന കൽപ്പനയെ ലഘൂകരിച്ച് കാണുന്നില്ല ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട്. അങ്ങനെ അതല്ല അർത്ഥമാക്കുന്നത്. ബാപ്റ്റിസം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഒരു ഉപദേശമാണ്. ആ ഉപദേശത്തിന് അതിൻ്റെ പ്രസക്തിയുണ്ട്. അത് ആത്മീക സത്യങ്ങളെ വിളിച്ചറിയിക്കുന്ന ഒരു ആചാരമാണ്. അത് അതിൻ്റെതായ പ്രാധാന്യം പുതിയ നിയമസഭയിലുണ്ട്, ദൈവവചനത്തിലുണ്ട്. എന്നാൽ സ്നാനം നടത്തേണ്ടത് അപ്പോസ്തലന്മാർ തന്നെ ആയിരിക്കണമെന്നോ സഭയുടെ അധ്യക്ഷന്മാർ തന്നെ ആയിരിക്കണമെന്നോ ദൈവവചനത്തിൽ ഒരു കൽപ്പനയില്ല.
പലപ്പോഴും അപ്പോസ്തല പ്രവൃത്തി 10-48 വാക്യത്തിൽ വായിക്കുന്നത്, പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവർ ചില ദിവസം അവിടെ പാർക്കണമെന്ന് അപേക്ഷിച്ചു. ദി ഏർലി ഡേയ്സ് അപ്പോസ്തലന്മാർ സുവിശേഷ വേല തുടങ്ങിയപ്പോൾ സ്നാനം അവർ തന്നെ അല്ല നടത്തിയത്. അവർ തന്നെ നടത്തുവാൻ അങ്ങനെ ശഠിച്ചതായി നമുക്ക് ശഠിച്ചതായി വേദോസം പഠിപ്പിക്കുന്നില്ല. സോ ദി അഡ്മിനിസ്ട്രിങ് ബാപ്റ്റിസം ദേ ലീവ് ടു അതേഴ്സ്. നല്ലൊരു മാതൃകയാണത്. ഇപ്പൊ പാസ്റ്റർ തന്നെ ഒരാളെ സ്നാനപ്പെടുത്തണം എന്നൊരു കൽപ്പനയില്ല. എന്നാൽ നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ, അതൊക്കെ പാസ്റ്റർമാർക്കും ചിലപ്പോൾ ഈ സുവിശേഷകന്മാർ എന്ന് വിളിച്ച് സഭകളിലായിരിക്കുന്ന ആളുകൾക്കൊന്നും അവകാശം കൊടുത്തിട്ടില്ല അതിന്. സെൻട്രൽ പാസ്റ്ററൽ ഓർഡിനേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ. ആ ഓർഡിനേഷൻ തന്നെ ദൈവവചനത്തിന് വ്യവസ്ഥതയ്ക്ക് വ്യവസ്ഥ പ്രകാരമുള്ളതല്ല എന്നുള്ളത് കൂടെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കേണ്ടതിനാണ് എന്ത് ചെയ്തത്? പൗലുസിനെ ദൈവം വിളിച്ച ഗലാത്യലേഖനം 1:16 തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടത് അവൻ എന്നെ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങൾ ആലോചിച്ചില്ല. God was gracious to Paul to appoint him as an apostle to Gentiles. ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നതിന് ഒരു അപ്പോസ്തലനായ ദൈവം അവനെ നിയമിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. മാനുഷികമായ സമയത്ത് ആരുടെ അഭിപ്രായം പൗലോസ് ചോദിച്ചില്ല എന്ന്. പൗലോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ സ്നാനത്തെ ഒരിക്കലും ലഘൂകരിക്കുന്നില്ല. ഡസ് നോട്ട് മേക്ക് ബാപ്റ്റിസം ഇൻസിഗ്നിഫിക്കന്റ്. റാദർ അത് ആവശ്യമില്ലാത്തതാണെന്നും പൗലോസ് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ സ്നാനത്തെ പൗലോസ് ലഘൂകരിച്ച് കാണുന്നില്ല. മറിച്ച് പൗലോസ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ അവനെ ആദരിക്കുന്നതിന് പകരം സ്നാനപ്പെടുത്തിയുടെ പുറകിൽ അണിനിരന്നുകൊണ്ട് സഭയിൽ വിഭജനമുണ്ടാക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് പൗലോസ് താൻ സ്നാനം കഴിപ്പിക്കാനല്ല കർത്താവ് തന്നെ അയച്ചത് എന്ന് പറയുവാനുള്ള കാരണം. സ്നാനം എന്ന ഉപദേശത്തെ ഒരിക്കലും പൗലോസോ ദൈവവചനോ ലഘൂകരിച്ച് കാണുന്നില്ല. സ്നാനപ്പെടുവാൻ, രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടുവാൻ
വൈമുഖ്യം കാണിക്കുന്ന ധാരാളം പേർ ഉണ്ട്. അവരുടെ സാമൂഹികമായ സ്ഥാനം നഷ്ടപ്പെടുമെന്നും, അല്ലെങ്കിൽ അത് സ്നാനം പാവപ്പെട്ടവരാണ്, പെന്തക്കോസ്തുകാരെന്നും വിശ്വാസികളെന്നും ഒക്കെ ധരിച്ചുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്? അവരുടെ അഖണ്ഡ ഈഗോ, അവരുടെ സാമൂഹിക സ്ഥാനം ഒക്കെ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് സ്നാനപ്പെടാതെ ഇരിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ്. സ്നാനപ്പെടണം, ദൈവത്തിൻ്റെ പ്രമാണമാണ്. അത് നിരസിക്കാതെ രക്ഷിക്കപ്പെട്ടാൽ സ്നാനപ്പെടുക നിർബന്ധമായും ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താൻ, not the wisdom of words, let the cross of Christ should be made no effect. ക്രൂശിന്റെ വചനം നിഷ്ഫലമായി പോകാതിരിക്കേണ്ടതിന് പൗലോസ് വാക്ചാതുര്യത്തോടെ അല്ല പ്രസംഗിച്ചത് എന്ന്. വാക്ചാതുര്യം എന്ന് പറയുമ്പോൾ നന്നായി പ്രസംഗിച്ചില്ല എന്നല്ല അർത്ഥമല്ല. നല്ല ഭാഷ ഉപയോഗിച്ച് പ്രസംഗിക്കാൻ പാടില്ല എന്നല്ല. പൗലോസ് പറയുന്നത് സാഫിസ്റ്റുകളുടെ, യവന തത്വചിന്തകന്മാരുടെ, പ്രഭാഷകരുടെ അണികളെ കൂടുതലുണ്ടാക്കുവാനുള്ള ലക്ഷ്യത്തോട് ഉള്ള പ്രസംഗ ശൈലി അല്ല പൗലോസ് അവലംബിച്ചത് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് വ്യക്തമായി കേൾവിക്കാർക്ക് മനസ്സിലാക്കണം. ഭാഷയും ആ ഭാഷ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്, അല്ലാതെ എന്തും പറയാം എന്ന ഒരു ധാരണയല്ല. ഇനിയും രണ്ട് കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, സുവിശേഷ പ്രസംഗത്തിൻ്റെ ഇഫക്റ്റീവ്നെസ്, കാര്യസ്ഥത എന്ന് പറയുന്നത് ആ പ്രഭാഷകന്റെ ശൈലിയെയോ പ്രഭാഷകനുള്ള ലോകജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ലോകപ്രകാരമുള്ള ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. രണ്ട്, സന്ദേശത്തിലെ സൗന്ദര്യമല്ല ആ സന്ദേശത്തിൻ്റെ മാധുര്യ ശക്തി എന്ന് പറയുന്നത്. It is not the aesthetic of the message that give the message its power. സുവിശേഷത്തിന്റെ ശക്തി സുവിശേഷത്തിൽ അന്തർലീനമാണ്, ഇൻഹറന്റ് പവറാണ്. അത് പ്രസന്റ് ചെയ്യുമ്പോൾ വിശ്വാസവും, അത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഘനത്തോടെ പ്രസന്റ് ചെയ്യുകയും വേണം. അപ്പോൾ കേൾവിക്കാർക്ക് ആ മനുഷ്യൻ പ്രസംഗിക്കുന്നവൻ അത് വിശ്വസിക്കുന്നയാളാണെന്നും ആ സന്ദേശം ഘനമുള്ളതാണെന്നും മനസ്സിലാക്കുവാൻ ഇടയായി. അപ്പം വിഷ്ണം, സോഫിയ, വിഷ്ണം എന്ന് പറയുന്നത് പഴയ കാലത്ത് വിഷ്ണം എന്ന് പറയുന്നത് കേവലം ബൗദ്ധികമായ ഒരു അറിവ് മാത്രമല്ല. ഇറ്റ്സ് നോട്ട് എൻ ആബ്സ്ട്രാക്ട് കൺസെപ്റ്റ്, ഒരു കൺസെപ്റ്റ് അല്ല. ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെടാത്ത ഒരു ബൗദ്ധികമായ പ്രാപ്തിയായിരുന്നില്ല ജ്ഞാനം. നേരെ മറിച്ച് ജീവിതവും പ്രായോഗിക ജീവിതത്തോടും അതോടൊപ്പം തന്നെ വിവിധ വസ്തുക്കളോടുമുള്ള ബന്ധത്തിലുള്ള അറിവും ലക്ഷ്യവുമായിരുന്നു ജ്ഞാനം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ് based on a given understanding of life purpose. അപ്പം യവനനായ ഒരു മനുഷ്യൻ ജ്ഞാനിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കും. ആ ജീവിത ശൈലി ആ ലക്ഷ്യത്തെ അക്കംപ്ലിഷ് ചെയ്യാൻ ഉള്ളതാണ്, സ്ഥാപിച്ചെടുക്കൽ, ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള ആഗ്രഹത്തോടെയുള്ള ജീവിത ശൈലിയായിരിക്കും. അതിനാണ് ജ്ഞാനമെന്ന് അവരുടെ പറയുന്നത്. എന്നാൽ പൗലോസ് കൊരിന്ത്യയിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഈ സോഫിസ്റ്റുകളുടെ, യവന തത്വശാസ്ത്രജ്ഞന്മാരുടെ പ്രസംഗ ശൈലിയോട് വിരുദ്ധമായിട്ടാണ് പ്രസംഗിക്കാൻ വന്നത്. അതുകൊണ്ട് പൗലോസ് ആന്റി ഇന്റലക്ച്വൽ ആണ് ധരിച്ചു കളയില്ല. നമ്മുടെ ഇടയിൽ അതുണ്ട്, ബുദ്ധി വേണ്ട എന്ന് ധരിക്കാറ്. ആത്മീയത എന്ന് പറയുന്നത് അജ്ഞതയാണെന്നും എന്തും വിശ്വസിക്കുന്നതാണ് ആത്മീയതയെന്നും ശരിയായ ആത്മീയതയെന്നും ധരിച്ചു വെച്ചിരിക്കുന്ന ധാരാളം ഭോഷന്മാർ ക്രിസ്തീയ ഗോളത്തിലുണ്ട്.
എന്ത് വ്യാജം പറഞ്ഞാലും, ദൈവവചനത്തെ എങ്ങനെ കൂട്ടിക്കളഞ്ഞാലും ആമേൻ പറയുന്ന ഒരുപാട് പേർ പ്രത്യേകിച്ച് പെന്തക്കോസ്തു സമൂഹങ്ങളിലുണ്ട്. ആത്മീയ അജ്ഞതയാണ്, അതല്ല ശരിയായ ആത്മീക നിലവാരം എന്ന് പറയുന്നത്. പൗലോസ് ബുദ്ധിവിരുദ്ധനായിരുന്നില്ല എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ യവന തത്വശാസ്ത്രജ്ഞന്മാരുടെ പ്രഭാഷണ ശൈലിയെ താൻ നിരാകരിച്ചു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന്. ആ യവന തത്വശാസ്ത്രന്മാരുടെ പ്രസംഗത്തിൽ കേൾവിക്കാർ പ്രസംഗം അങ്ങനെ അപ്ലോഡ് ചെയ്യും. ദേ അപ്ലോഡ് ദി ഓറേറ്ററെ അപ്ലോഡ് ചെയ്യും. അദ്ദേഹത്തിന്റെ ഇലക്വൻസിയെ പുകഴ്ത്തും, പ്രഭാഷണ ശൈലിയെ, വാക്ചാതുരതയെ ഒക്കെ പുകഴ്ത്തും. എന്നാൽ പൗലോസ് അതാ ഉദ്ദേശിച്ചല്ല പ്രസംഗിക്കാൻ വന്നത്. പൗലോസ് പ്രസംഗിച്ചത് ക്രിസ്തുവിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം. പൗലോസിന്റെ കാലത്ത് യവന റോമ സാമ്രാജ്യത്തെ സംസ്കാരത്തിൽ ഒരു മനുഷ്യൻ ജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലയുണ്ടായിരുന്നു, വളരെ പ്രസക്തി ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസ് ആ ജ്ഞാനപ്രകാരം പ്രസംഗിക്കാനല്ല വന്നത്. ഒരു ട്രെയിൻഡായ യവന ഒറേറ്ററെ പോലെ പ്രസംഗിച്ച് പ്രശംസ നേടുവാനല്ല പൗലോസ് കൊരിന്ത്യയിൽ വന്നത്. ക്രൂശിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനാണ്. അത് കാരണമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ആ പ്രഭാഷണ ശൈലി താൻ നിരസിച്ചത്? ക്രൂശിന്റെ വചനം നിഷ്ഫലമായി പോകും. The message of the cross would be emptied. ഫലമില്ലാതായി തീരും ആ വാക്കുകളാൽ. സുവിശേഷത്തിന്റെ സന്ദേശം ലോകജ്ഞാനത്തിന് വിപരീതമായിട്ടാണ് നിലനിൽക്കുന്നത്. ലോകജ്ഞാനത്തിന് ദ സോഫിയോ ലോഗോ, അതിന് ഓപ്പോസിറ്റിലാണ് ലോകജ്ഞാനം, കർത്താവിന്റെ വചനം, സുവിശേഷം നിലനിൽക്കുന്നത്. പൗലോസ് തന്റെ ലേഖനത്തിലോ പ്രസംഗത്തിലോ യവന തത്വശാസ്ത്രത്തിന്റെ മാതൃകയിലല്ല പ്രഭാഷണങ്ങൾ നടത്തിയത്. ആ ക്രൂശിന്റെ വചനത്തിന്റെയും സുവിശേഷത്തിന്റെയും ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ. ഇപ്പൊ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രൂസിഫിക്ഷൻ ഇവന്റിനെ അല്ല റെഫർ ചെയ്യുന്നത്, നോട്ട് റെഫർ ടു ദി ഇവന്റ് ഓഫ് ക്രൂസിഫിക്ഷൻ. മറിച്ച് ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്താൽ എന്ത് സാധ്യമാകുമോ അതിനെ ചുരുക്കി പറയുന്നതാണ് ക്രൂശിന്റെ വചനം എന്ന്. എന്ത് സാധ്യമാകും യേശുക്രിസ്തുവിന്റെ മരണത്താൽ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ കർത്താവിന്റെ മേശയൊക്കെ നടത്തുമ്പോൾ പലപ്പോഴും ആ ഇവന്റിനെയാണ് നറേറ്റ് ചെയ്യുന്നത്. Enactment of the crucifixion. ക്രൂശിന്റെ കർത്താവിന്റെ മേശയിലൂടെ ആ ചരിത്ര സംഭവത്തെ വരച്ചു കാട്ടുകയല്ല, ക്രൂശ് മരണത്തെ വരച്ചു കാട്ടുകയാണ്. ആ ക്രൂശ് മരണത്തിലൂടെ മാനവജാതിക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളാണ്, അതുല്യമായ അനുഗ്രഹങ്ങളാണ് നാം ആ വിഷയത്തിന്റെ പ്രാധാന്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ. അപ്പൊ ക്രൂശിന്റെ വചനം എന്ത് ചെയ്യുന്നു? യഹൂദനെയും യവനനെയും ഒരു ശരീരമാകെ നിരപ്പിക്കുന്നു. നിരപ്പിൻ്റെതാണ് ക്രൂശിന്റെ വചനം. 2 കൊലോസ്യ ലേഖനം 1:20, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെ അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാവനും പിതാവിന് പ്രസാദം തോന്നി. ക്രോസ് സുവിശേഷം എന്ന് പറയുന്നത്, ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നതാണ്. മേക്സ് പീസ്.
ബിറ്റ്വീൻ ഗാഡ് ആൻഡ് പീപ്പിൾ. മനുഷ്യനും ദൈവവുമായി സമാധാനം ഉണ്ടാക്കുന്നതാണ് ക്രൂശിന്റെ വചനം. കൊലോഷ്യർക്ക് 2:14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശ് തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പൊ ക്രൂശ് എന്ന് പറയുന്നത് nullifies the decrees against us, resulting നമുക്കെതിരെ നിലനിന്നിരുന്ന രേഖകളെ മായിച്ച് നമുക്ക് നീതീകരണം ഉണ്ടാക്കുന്നു, പാപക്ഷമ ഉണ്ടാക്കുന്നു, മോചനം ഉണ്ടാക്കുന്നതാണ് ക്രൂശിന്റെ വചനം. അതാണ് പൗലോസ് പറയുന്നത് ക്രോസ് ഓഫ് മെസ്സേജ് എന്ന് പറഞ്ഞ സുവിശേഷം എന്നത്. ഈ സോഫിസ്റ്റിക്കേറ്റഡ് oratory techniques of the Greeks, യവനന്മാരുടെ സൈദ്ധാന്തിക പ്രഭാഷണ ശൈലി ക്രൂശിന്റെ വചനത്തെ നിഷ്ഫലമാക്കുന്നു. ഇന്നും പലരും ചെയ്യാറ് ദൈവവചനത്തോട് ബന്ധമില്ലാത്ത ആശയങ്ങൾ തിരികെ കയറ്റി പ്രസ്തുത വസ്തുതകളെ ആളുകൾക്ക് ചരിത്ര ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് സമകാലിക കാര്യങ്ങളോട് ബന്ധപ്പെടുത്തുന്നത്. ഈയിടയ്ക്ക് ഒരു പ്രഭാഷകൻ പറഞ്ഞു, യെശയ്യാ പ്രവചനത്തിൽ അവൻ പക്ഷി ദൈവം ഇസ്രായേലിയരെ സംരക്ഷിക്കുന്നത് ഉപമാനം ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ, മെറ്റഫോർ. അത് ഡോമാണെന്ന് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ മിസൈലുകളെ തകർത്ത് കളയുവാനുള്ള ഡോം എന്ന് പറയുന്ന ചുരുക്കെഴുത്താണ്. ആ ഇസ്രായേലിനെ തകർത്ത് കളന്ന സാങ്കേതിക വിദ്യയുടെ ചുരുക്കെഴുത്താണ് ഡോം. അതാണെന്ന് പറയുവാനിടയായി. അപ്പോൾ പണ്ട് ഓരോ കാര്യങ്ങൾ അവൻ എന്ത് ചെയ്തു, അവന്റെ അസ്ത്രങ്ങൾ എന്താണ്, മിസൈലാണെന്ന് പറയാൻ തുടങ്ങി. പിന്നെ വെട്ടുക്കിളികൾ ഹെലികോപ്റ്റർ ആണെന്ന് പറയാൻ തുടങ്ങി. എല്ലാവരും കാണും എന്ന് പറഞ്ഞപ്പോൾ TV ആണെന്ന് പറയാൻ തുടങ്ങി. അപ്പം സമകാലികമായ വസ്തുതകൾ ആ മെറ്റഫോറിനോട് ചേർത്ത് എന്ത് ചെയ്യുന്നു, ഉപമിച്ച് വ്യാഖ്യാനിക്കുന്നു. എന്നാൽ കർത്താവ് ഞാൻ തന്നെ വഴിയാകുന്നു, ഞാൻ തന്നെ വാതിലാകുന്നു, ഞാൻ തന്നെ അപ്പമാകുന്നു, ഈ പറഞ്ഞതിനൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, ഈ ആശയങ്ങൾ കൊടുക്കത്തുമില്ല. അപ്പം പ്രസ്തുത എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഒപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൗലോസിന്റെ ഭാഷയിൽ ക്രൂശിന്റെ വചനം മാനുഷികമായ ജ്ഞാനത്താൽ പ്രസംഗിപ്പാൻ കഴിയുകയില്ല. The cross of Christ, the message of the cross of Christ cannot be presented with the word of man. മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് അത് സമർത്ഥിപ്പാൻ കഴിയില്ല. മനുഷ്യന്റെ ജ്ഞാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ലോകത്തെ എല്ലാ മതങ്ങളും. അതോരോ മനുഷ്യന്റെയും ഉൾക്കാഴ്ചയോ സങ്കല്പവുമാണ് അവരുടെ ഉപദേശങ്ങൾ. ക്രിസ്തുയേശുവിന്റെ സുവിശേഷം അങ്ങനെയല്ല, ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ സത്യം അത് ആ രീതിയിൽ പ്രവർത്തിപ്പാൻ കഴിയില്ല. അത് കാരണം സുവിശേഷം എന്ന് പറയുന്നത് is not a form of human wisdom. ലോകജ്ഞാനത്തിന്റെ ഒരു ഭാഗമല്ല സുവിശേഷം. അതുകൊണ്ടാണ് അവർക്ക് ഭോഷത്വമായി തോന്നുന്നത്. വരുവാനുള്ള ഭാഗത്ത് അത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ സുവിശേഷം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പറയുന്നത്. 2, കൊരിന്ത്യയിലുള്ളവർ കുലീനന്മാരല്ല, ലോകജ്ഞാനികളല്ല. അപ്പോഴും ലോകജ്ഞാനം പറഞ്ഞാലും അവർക്ക് പ്രായോഗികം മനസ്സിലാക്കാൻ പ്രയാസമാണ്. അവന്റെ പ്രസംഗം ലോകജ്ഞാനം ഉപയോഗിച്ചുകൊണ്ടായിരുന്നില്ല. ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് 1:28 വാക്യത്തിൽ വായിക്കുന്നത് ഉള്ളതിനെ ഇല്ലാതാക്കുന്നതാണ്. നള്ളിഫൈങ് ഓഫ് ദ തിങ്സ് വിച്ച് ആർ, ഉള്ളതിനെ ഇല്ലാതാക്കുന്നതാണ്. 1:29 മനുഷ്യർക്ക് പുകഴുവാൻ അവസരം കൊടുക്കാത്തതാണ്. There a comprehensive exclusion of boasting in humans. മനുഷ്യന് പുകഴുവാനുള്ള അവസരങ്ങൾ അത് നൽകുന്നില്ല. മറിച്ച് 1:30 വാക്യത്തിൽ ടേണിംഗ് ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗാഡ്, ദൈവത്തിങ്കിലേക്കും ക്രിസ്തുവിലേക്കും തിരിയുവാൻ അവനെ പ്രാപ്തരാക്കുന്നതാണ്. എന്നാൽ 2-4 വാക്യത്തിൽ വൈസ് ആൻഡ് പെർസ്യൂസീവ് വേർഡ്സ്,
ഈ ലോകത്തിന്റെ ജ്ഞാനവും വാക്ചാതുര്യവും എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹ്യൂമൻ ബ്രില്യൻസ്, മനുഷ്യന്റെ പ്രാപ്തിയെയോ കഴിവിനെയോ ആണ് പ്രകീർത്തിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ കഴിവിനെ പ്രകീർത്തിക്കുന്നതല്ല, യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ മനുഷ്യർക്ക് നൽകുന്ന ദൈവിക അനുഗ്രഹത്തെയാണ് ക്രൂശിന്റെ വചനം പ്രസിദ്ധമാക്കുന്നത്. ആ സുവിശേഷമാണ് എന്ത് ചെയ്യുന്നത് അറിയാമോ? ബ്രിങ് ഡീപ് കൺവിക്ഷൻ. വലിയ കൺവിക്ഷൻ ഉണ്ടാക്കുന്നു. 1 തെസ്സലോനിക്കർ 1:5 ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അത് നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു പറയുന്നത് ബഹുനിശ്ചയത്തോടും. ഡീപ് കൺവിക്ഷൻ. സുവിശേഷം വിത്ത് കൺവിക്റ്റിംഗ് പവർ ഉള്ളതാണ്. പൗലോസ് ഇവിടെ വ്യക്തമായ സുവിശേഷ പ്രസംഗത്തെ അല്ല നിരുത്സാഹപ്പെടുത്തുന്നത്, വിമർശിക്കുന്നത്. റാദർ മാനിപ്പുലേറ്റീവായ ഹ്യൂമൻ വിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പ്രഭാഷണ ശൈലിയാണ് എന്ത് ചെയ്യുന്നത്? വിമർശിക്കുന്നത്. അത് സുവിശേഷത്തിന്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യും. യേശുക്രിസ്തുവിന്റെ സുവിശേഷം സ്ഥാപിക്കേണ്ടതിന് ജാതികളുടെ തത്വജ്ഞാചാരന്മാരുടെ സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പൊ പുനരുത്ഥാനം സ്ഥാപിക്കുവാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വി ആർ കൃഷ്ണയ്യർ അങ്ങനെ പറഞ്ഞു, ഗുരു ചൈതന്യതി അങ്ങനെ പറഞ്ഞു എന്ന്. ഗുരു ചൈതന്യതി എന്ന് പറയുന്നത് ഹൈന്ദവനാണ്. വി ആർ കൃഷ്ണയ്യർ റിട്ടയർഡായ ജഡ്ജായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. വളരെ പ്രഗത്ഭനായ പണ്ഡിതനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം ആഗ്നാസ്റ്റിക് ആയിരുന്നു. ആത്മാക്കളുടെ അസ്തിത്വം മരണാനന്തരം ഉണ്ടെന്ന് പുള്ളി മീഡിയംസിന്റെ അടുത്ത് പോയി ഗ്രഹിച്ചിട്ടുണ്ട്. ക്രിസ്തീയ പുനരുത്ഥാനവും ആത്മാക്കളുടെ മരണാനന്തര അസ്തിത്വവും പുനരുത്ഥാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഹിന്ദുക്കളുടെ പുനർജന്മമല്ല ക്രിസ്തീയ പുനരുത്ഥാനം. അത് മനസ്സിലാക്കാതെ ഇവരുടെയൊക്കെ കൂട്ടുപിടിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ നിർത്തട്ടെ. അടുത്ത ഭാഗം 1:18 മുതൽ 2:5 വരെയുള്ള ഈ ലോകത്തിന്റെ ജ്ഞാനത്തിന് വിരുദ്ധമാണ് ദൈവിക ജ്ഞാനം അഥവാ സുവിശേഷം എന്നാണ് അടുത്ത ഭാഗം. ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സുവിശേഷം കർത്താവിനോട് നൽകപ്പെട്ട അതിന്റെ ലക്ഷ്യം നമ്മുടെ പാപമോചനവും നീതീകരണവും. മനുഷ്യന്റെ തത്വശാസ്ത്രപരമായ ചിന്തകൾക്കോ വിചാരങ്ങൾക്കോ അതിൽ വലിയ പ്രസക്തിയില്ല. അത് ദൈവം വെളിപ്പെടുത്തി തന്നു. ആ സുവിശേഷത്തെ ചേർത്ത് പിടിച്ചു. സുവിശേഷത്തിന് യോജിക്കുന്ന ജീവിത ശൈലിയോട് മുൻപോട്ട് പോകുകയും കർത്താവിൻ്റെ വരവിന് ഒഴുകാൻ ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഇരിക്കുമാറാകട്ടെ.